ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് ഒരു ചിത്രകാരൻ്റെ കഥ കേട്ടാലോ. ഒരു ഗ്രാമത്തിൽ ഒരു ചിത്രകാരനുണ്ടായിരുന്നു. അതിസമർത്ഥനായ ഒരു ചിത്രകാരൻ. ഇയാൾ അതിമനോഹരമായ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. ഇയാളുടെ ചിത്രങ്ങൾ കാണാൻ അയൽ ദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ വരും. ഇയാളുടെ അടുത്ത് വന്ന് അവരവരുടെ ചിത്രങ്ങൾ വരച്ച് അതിനുള്ള സമ്മാനങ്ങളും കൊടുത്തിട്ടാണ് ഇവർ പോകാറ്. ഇങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാളെക്കുറിച്ച് ഗ്രാമമുഖ്യന് അറിവ് ലഭിച്ചു. അപ്പോൾ ഗ്രാമമുഖ്യൻ ഇയാളെ തൻ്റെ ബംഗ്ലാവിലേക്ക് വിളിക്കാമെന്ന് ആഗ്രഹിച്ച് ഒരു ദൂതനെ ചിത്രകാരൻ്റെ അടുത്തേക്ക് അയച്ചു. ചിത്രകാരൻ വന്നിട്ട് ഗ്രാമമുഖ്യനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, താങ്കളെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. താങ്കൾ അതിസമർത്ഥനായ ഒരു ചിത്രകാരനാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു ചിത്രം താങ്കൾ വരച്ചു തരണം. പ്രകൃതിയിലെ രസകരമായ ഒരു ചിത്രം, അതാണ് എനിക്ക് വരയ്ക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ ചിത്രകാരൻ ഒന്ന് സംശയിച്ചു. പ്രകൃതിയിൽ രസകരമായ ചിത്രമോ? ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ചിത്രകാരൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ അയൽ പോകുന്ന വഴിയിലും വീട്ടിലും ഒക്കെ ചിന്ത ഇത് തന്നെയായിരുന്നു. പ്രകൃതിയിൽ രസകരമായ ഒരു ചിത്രം. എന്താണ് ഗ്രാമമുഖ്യൻ ഉദ്ദേശിച്ചത്? ഒരു പിടിയുമില്ലല്ലോ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഗ്രാമമുഖ്യനെ സംശയമായി. ഈ ചിത്രകാരൻ എന്താ വരാത്തത്? ചിത്രം വരച്ചില്ലേ, മറന്നുപോയോ? എന്തായാലും ഒരു ദൂതനെ അയക്കാം എന്ന് വിചാരിച്ച് ഗ്രാമമുഖ്യൻ ചിത്രകാരനെ വിളിക്കാനായി ഒരു ദൂതനെ അയച്ചു. ചിത്രകാരൻ ബംഗ്ലാവിലെത്തി. ഗ്രാമമുഖ്യൻ ചോദിച്ചു, അല്ലയോ, താങ്കൾ എത്ര നാളായി ചിത്രങ്ങളായി വരാത്തത്? എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. താങ്കൾക്ക് എന്ത് പറ്റി? ചിത്രങ്ങളൊന്നും വരച്ചില്ലേ? അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, താങ്കൾക്കുള്ള ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. അയാൾ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു ചിത്രപലക പുറത്തേക്കെടുത്തു. എന്നിട്ട് ഗ്രാമമുഖ്യന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ, താങ്കൾ ഉദ്ദേശിച്ച അതേ ചിത്രം. ഗ്രാമമുഖ്യൻ ആ ചിത്രത്തിലേക്ക് സൂക്ഷ്മതയോടെ നോക്കി. വളരെ സൂക്ഷിച്ചു നോക്കിയിട്ടും അയാൾക്കൊന്നും പിടികിട്ടിയില്ല. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഒരു ദീർഘചതുരവും ഒരു വളഞ്ഞ ഒരു രേഖയും, ഇത്രയേ എനിക്ക് കാണുന്നുള്ളൂ. ഇതിലൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് കേട്ടപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, അങ്ങ് അതിബുദ്ധിമാനായ വ്യക്തിയാണല്ലോ. ഇതുവരെ ഇതിൽ നിന്നും ഒന്നും മനസ്സിലായില്ലേ? ഇതിലൊരു ആനയുണ്ട് കേട്ടോ. ഞാനൊരു ആനയെ വരച്ചിട്ടുണ്ട്. ആനയോ? ഇതിലോ? ഇത് കേട്ടപ്പോൾ ഗ്രാമമുഖ്യൻ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി. ഇതിൽ ആനയൊന്നും കാണുന്നില്ലല്ലോ. ഇതിൽ ചെറിയ വരകളും ഒരു ദീർഘചതുരം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, അങ്ങേക്ക് ദീർഘചതുരം കാണുന്നില്ലേ? ദീർഘചതുരം കാണുന്നുണ്ട്. അതൊരു മതിലാണ്. ആ മതിലിൻ്റെ മുകളിൽ ഒരു മുതുക് കാണുന്നുണ്ടോ? മുതുകോ? ഒരു ആനയുടെ മുതുക്. കാണുന്നുണ്ട്. ഈ മതിലിൻ്റെ അപ്പുറത്താണ് ഈ ആന നിൽക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ശരിയാണല്ലോ. താങ്കൾ പറഞ്ഞത് എത്ര ശരിയാണ്. ഒരു മതിലും അതിൻ്റെ അപ്പുറത്തൊരു ആനയും. താങ്കളുടെ ബുദ്ധി അപാരം തന്നെ. അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, താങ്കൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്കൾക്ക് ഞാൻ 50 സ്വർണ്ണ നാണയങ്ങൾ തരാം. സ്വർണ്ണ നാണയങ്ങളും വാങ്ങി ചിത്രകാരൻ സന്തോഷത്തോടെ പോയി. കണ്ടില്ലേ, അതിസമർത്ഥനായ ചിത്രകാരൻ്റെ ബുദ്ധി. വളരെ സാഹചര്യമനുസരിച്ച് സമർത്ഥമായി ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടല്ലേ അയാൾക്ക് 50 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ്.